PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കും 9 മണിക്കും SCRT NCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ്. 12 മണിക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സാണ്. ദെൻ 3 മണിക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അത് ഒരാഴ്ച നമ്മൾ 3ഉം കൂടെ കവറാകുന്ന രീതിയിലാണ്. 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മാത്സ്, 2 ദിവസം മലയാളം. അത് കഴിഞ്ഞ് രാത്രി 8 മണിക്ക്, കാലത്ത് നമ്മൾ 6 മണിക്കും 9 മണിക്കും 12 മണിക്കും പഠിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ ആ ഭാഗത്ത് നിന്നും PSC 2021 മുതൽ 24 വരെ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കലാകായിക സാഹിത്യം സംസ്കാരം എന്ന് പറയുന്ന ഭാഗം കൂടെ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ലൈവായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ചെറിയ കോഡ്സും കണക്ഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കാണുമ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ എന്തായാലും നിർബന്ധമായിട്ട് വേണം. നോട്ട് തയ്യാറാക്കിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് തുടക്കം മുതൽ കണ്ടുവരും. നമ്മൾ ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ടിട്ട് ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് കൃത്യമായൊരു ഓർഡറിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണുക. പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. നമുക്ക് LDCക്ക് ആണെങ്കിലും LGSനൊക്കെ ആണെങ്കിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് SCRT പാഠഭാഗങ്ങളിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട SCRT പാഠഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ്. ജീവജലം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കുറേ അധികം ജലത്തെക്കുറിച്ച്, ജലമലിനീകരണത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ ജലത്തിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ജലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അത് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്നൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ജലത്തിൻ്റെ സവിശേഷതകൾ നമുക്കിതിൽ പഠിക്കണം. ജലത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുമ്പോൾ നോക്കുക, ഒന്ന് വസ്തുക്കളെ ലയിപ്പിക്കുന്നു, അല്ലേ? വസ്തുക്കളെ ലയിപ്പിക്കുന്നു. അതിന് എക്സാമ്പിളായിട്ടൊരു സന്ദർഭം കൊടുത്തിട്ടുണ്ട്. എന്താണ്? പാനീയങ്ങളിൽ മധുരം ചേർക്കാൻ, അല്ലേ? പാനീയങ്ങളിൽ മധുരം ചേർക്കുന്നു, വസ്ത്രങ്ങൾ അലക്കാനൊക്കെ. അപ്പോൾ വസ്ത്രങ്ങൾ അലക്കുമ്പോൾ അവിടെ സോപ്പ്, അല്ലേ? സോപ്പ് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അത് ലയിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പാനീയങ്ങളിൽ മധുരം, പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ അത് ലയിക്കുന്നുണ്ട്. അപ്പോൾ വസ്തുക്കളെ ലയിപ്പിക്കുന്നു എന്ന് പറയുന്നത് ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ദെൻ ഒഴുകുന്നു, നമുക്കറിയാം ഒഴുകുന്നു, അല്ലേ? പൈപ്പിലൂടെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. ദെൻ താപം വഹിക്കാൻ കഴിയുന്നു, താപം വഹിക്കാൻ കഴിയുന്നു. അപ്പോൾ നമ്മൾ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ താപം വഹിക്കാൻ കഴിയുന്നു. പിന്നെയോ നിശ്ചിത ആകൃതി ഉണ്ടോ? ഇല്ല, നിശ്ചിത ആകൃതി ഇല്ല. നമ്മൾ ഏത് പാത്രത്തെയാണോ എടുക്കുന്നത്, അല്ലേ? ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു ജലം. ഓക്കെ, അപ്പോൾ വിവിധ ആകൃതികളിലുള്ള പാത്രത്തിൽ ശേഖരിക്കാൻ കഴിയുന്നു. നമ്മൾ ഏത് പാത്രത്തിലാണോ ജലം എടുക്കുന്നത് ആ ആകൃതി ആയിരിക്കും ജലത്തിനുണ്ടാവുക, അല്ലേ? അപ്പോൾ നിശ്ചിത ആകൃതി ഇല്ല. പിന്നെയോ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു, അല്ലേ? ഖരാവസ്ഥയിൽ ഐസിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ദ്രാവകം, അല്ലേ? ജലമായിട്ടുണ്ട്. ദെൻ വാതകം, നീരാവിയായിട്ട്, അല്ലേ? അപ്പോൾ ആവി ഉപയോഗിച്ച് നമ്മൾ പുട്ടുണ്ടാക്കുന്നു, വാതകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതാണ്, അല്ലേ? ഖരം എന്ന് പറയുമ്പോൾ ഐസായിട്ട്. അപ്പോൾ ആ 3 അവസ്ഥയിലും സ്ഥിതി ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? ജലത്തിനുണ്ട്. അപ്പോൾ ഇത്രയാണ് ജലത്തിൻ്റെ സവിശേഷതകൾ. എന്തൊക്കെയാണ്? വസ്തുക്കളെ ലയിപ്പിക്കുന്നു, ഒഴുകുന്നു, താപം വഹിക്കാൻ കഴിയുന്നു, നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ തന്നിട്ടുള്ളത് ലീനം എന്താണ്, ലായകം എന്താണ്, ലായനി എന്താണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഭാഗം ഇതെല്ലാം തന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ലീനം, ലായകം, ലായനി. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും,
ഓക്കെ, ലയിക്കുന്ന വസ്തു, അതായത് ഇപ്പോൾ നമ്മളൊരു പഞ്ചസാര ലായനി ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ലയിക്കുന്ന വസ്തു ആരാണ്? പഞ്ചസാരയാണ് അല്ലേ, ജലത്തിൽ ലയിക്കുന്നത്. അപ്പോൾ ആ പഞ്ചസാരയെ നമ്മൾ എന്തെന്ന് വിളിക്കും? ലീനം എന്ന് വിളിക്കും. ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് വിളിക്കും. ഏതിലാണ് ലയിക്കുന്നത്? പഞ്ചസാര ജലത്തിലാണ് ലയിക്കുന്നതെങ്കിൽ ജലമാണ് എന്ത്? ലായകം. ലീനം എന്ന് പറയുന്നത് പഞ്ചസാരയാണ്, ഷുഗറാണ്. ഓക്കെ, പഞ്ചസാരയാണ് ലീനം. ലായകം എന്ന് പറയുന്നത് എന്താണ്? ജലമാണ്. ദെൻ ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലായനി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ചസാര ലായനിയിൽ പഞ്ചസാര എന്താണ്? നമ്മൾ പറഞ്ഞു ലീനമാണ്, വെള്ളം ലായകവുമാണ്. അത് രണ്ടും കൂടെ കിട്ടുന്നതാണ് എന്ത്? ലായനി. പഞ്ചസാര ലായനി എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലേ, പഞ്ചസാര ലായനി. അപ്പോൾ ലയിച്ച് കിട്ടുന്നതിനെയാണ് ലായനി എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചസാര ലായനി, അതിൽ പഞ്ചസാര എന്താണ്? ലീനമാണ്. വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ലായകമാണ്. ലയിക്കുന്ന വസ്തുവാണ് ലീനം. ലയിക്കുന്നത് എന്തിലാണ്? അതാണ് ലായകം എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സാർവിക ലായകം, യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ജലത്തെ വിളിക്കുന്ന പേരാണ് സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് നമ്മൾ ജലത്തെ വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജലത്തെ എന്ത് വിളിക്കുന്നു? സാർവിക ലായകം. ഏറ്റവും കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ലായകം എന്ന് പറയുന്നത് ജലമാണ്. അതുകൊണ്ട് തന്നെ ജലത്തെ എന്ത് വിളിക്കുന്നു? യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം എന്താണ്? ലിറ്റർ ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകം എന്താണ്? ലിറ്റർ ആണ്. നമ്മൾ കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? മില്ലി ലിറ്റർ എന്ന് പറയുന്നത് അല്ലേ. കുറഞ്ഞ അളവിൽ ദ്രാവകങ്ങൾ അളക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഏകകമാണ് മില്ലി ലിറ്റർ. ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? ലിറ്റർ ആണ്. ഓക്കെ, അതും കൂടെ അറിഞ്ഞിരിക്കുക. ഇനിയാണ് നമ്മുടെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഭൂമി എത്ര ജലസമ്പന്നം എന്നിട്ടും എന്ന് പറഞ്ഞൊരു ഹെഡിങ് കണ്ടോ? നോക്കുക, ഇവിടെ ഒരു എന്താണ് ഭൂഗോള മാതൃക കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നീല നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ജലാശയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഭൂമിയുടെ അധിക ഭാഗവും എന്താണ്? സമുദ്രമാണ് അല്ലേ. ഭൂമിയുടെ അധിക ഭാഗവും സമുദ്രമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ 2/3 ഭാഗവും എന്താണ്? ജലമാണ്. ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൻ്റെ 2/3 ഭാഗവും ജലമാണ്. അതായത് കരയുടെ ഇരട്ടി ഭാഗം എന്ന് പറയുന്നത് എന്താണ്? കടലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കരയുടെ ഇരട്ടി ഭാഗം എന്താണ്? കടലാണ്. ഇവിടെ ഭൂമിയിലുള്ള ജലത്തിൻ്റെ ബഹുഭൂരിഭാഗവും എന്താണ്? സമുദ്രജലമാണ്. ഓക്കെ, ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് ജലമാണ്. കരയുടെ ഇരട്ടി ഭാഗമാണ് കടൽ എന്ന് പറഞ്ഞു. ആ ഉള്ള ജലത്തിൽ ഭൂരിഭാഗവും എന്താണ്? സമുദ്രജലമാണ്. അത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നതാണോ? ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന 96.5% എന്താണ്? സമുദ്രജലമാണ്. ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലം എന്ന് പറയുന്നത് 3.5% മാത്രമാണ് ശുദ്ധജലമുള്ളത്. ഓക്കെ, 3.5% മാത്രമാണ് ശുദ്ധജലമുള്ളത്. ബാക്കി മുഴുവൻ എന്താണ്? സമുദ്രജലമാണ്. ഇവിടെ സമുദ്രജലത്തിൻ്റെ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല. അത് നമുക്കറിയാം. കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലാണ് അല്ലേ, അതിലെ ജലമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത് അല്ലെ. കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളാണ് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സമുദ്രജലത്തിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഇത് എന്താണ് അധികം ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല. ഇനി ജലമലിനീകരണത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കുക, ഇവിടെ കുറേ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ജലമലിനീകരണത്തെ സംബന്ധിക്കുന്ന അല്ലേ. നോക്കൂ, ചിത്രങ്ങൾ കുറേ അധികം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ജലം മലിനമാക്കപ്പെടുന്നത് എങ്ങനെയെല്ലാമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ കൊടുത്തിട്ടുണ്ട്. പുഴകളിൽ വാഹനങ്ങൾ കഴുകുന്നതും കന്നുകാലികൾ കഴുകുന്നതും അല്ലേ ജലത്തെ മലിനമാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലസ്രോതസ്സുകളിലേക്ക് വലിച്ചെറിയുന്നത്, മത്സ്യം, മാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മറ്റു മാലിന്യങ്ങൾ കലരുന്നത്. ഓക്കെ, മത്സ്യ മാംസ മാർക്കറ്റുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുക, വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ കലരുന്നത്, കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത്,
ഇതെല്ലാം തന്നെ എന്താണ് ജലം മലിനമാക്കപ്പെടുന്നതിനുള്ള കാരണങ്ങളാണല്ലേ. അപ്പോൾ ഇവിടെ കൃഷിയിടങ്ങളിൽ കീടനാശിനികൾ തളിക്കുന്നത് എന്നുള്ളത് കൃഷിയിടങ്ങളെയാണ് നശിപ്പിക്കുന്നത് അല്ലേ. അതും പക്ഷേ എന്താണ് ഒരു തലത്തിൽ ജലത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പുഴകളിൽ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ജലം എങ്ങനെയാണ് നമ്മൾ എന്താണ് മലിനമാക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അത് നമുക്കറിയാം. ഇനി അത് തടയാനുള്ള മാർഗം എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇതൊക്കെ നമുക്ക് കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വയം ചിന്തിച്ച് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇനി മഴയുണ്ടാവുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നോക്കുക, സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ ജലാശയങ്ങളിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കും? വെള്ളം സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ വെള്ളം എന്താവും? നീരാവിയായിട്ട് മുകളിലോട്ട് പോകും. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ മഴയുണ്ടാവുന്നതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കുക, ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നമ്മൾ പറഞ്ഞല്ലോ, സൂര്യൻ്റെ ചൂടേൽക്കുമ്പോൾ നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്നു. ഈ നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചിത്രം അല്ലേ. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും എല്ലാം ജലം എന്ത് ചെയ്യുന്നു? ചൂടേറ്റ് നീരാവിയായിട്ട് അന്തരീക്ഷത്തിലോട്ട് എത്തുന്നു. അപ്പോൾ നീരാവിയായിട്ട് അന്തരീക്ഷത്തിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാഷ്പീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ബാഷ്പീകരണം വഴി മുകളിലോട്ട് എത്തുന്നു. ആ മുകളിലോട്ട് എത്തിയ ജലം തണുത്തുറഞ്ഞ് മേഘമായി മേഘം തണുത്ത് മഴയായിട്ടും വരുന്നു. അതാണ് എന്ത്? സാന്ദ്രീകരണം. ഓക്കെ, അപ്പോൾ ബാഷ്പീകരണം നടക്കുന്നു, അതിനുശേഷം സാന്ദ്രീകരണം നടന്ന് മഴയായിട്ട് തിരിച്ച് വരുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് മഴയുണ്ടാവുന്നത് എന്നുള്ളത് അറിയാം. ഇനി അവിടെ ബാഷ്പീകരണം എന്താണ്, സാന്ദ്രീകരണം എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഞാൻ പറഞ്ഞു, അന്തരീക്ഷത്തിലോട്ട് നീരാവിയായിട്ട് പോകുന്നതിനെയാണ് ബാഷ്പീകരണം എന്ന് പറയുക അല്ലേ. അപ്പോൾ ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞു സാന്ദ്രീകരണം വഴിയാണ് മഴയായിട്ട് വരുന്നത്. അപ്പോൾ വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാന്ദ്രീകരണം എന്ന് പറയുന്നത്. മുകളിലെത്തി ബാഷ്പമായിട്ട് മുകളിലെത്തിയ ആ ദ്രാവകം എന്ന് പറയുന്നത് വാതകം എന്ന് പറയുന്നത് എന്തായിട്ട്? ദ്രാവകമായിട്ട് താഴോട്ട് വരികയാണ് അല്ലേ, മഴയായിട്ട് താഴോട്ട് വരികയാണ്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുക? സാന്ദ്രീകരണം എന്ന് പറയുന്നത്. വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാഷ്പീകരണത്തിനും സാന്ദ്രീകരണത്തിനും ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ഇനി ജലസംരക്ഷണ മാർഗങ്ങളാണ് പറയുന്നത്. മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങിപ്പോകാനും ജലം സംരക്ഷിക്കുവാനുമുള്ള മാർഗങ്ങൾ. ഇവിടെ കുറേ അധികം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇവിടെ മഴക്കുഴി എന്ന് പറഞ്ഞിട്ടല്ലേ, കുഴിയൊക്കെ നിർമ്മിച്ചിട്ട് മഴക്കുഴി എന്ന് പറഞ്ഞുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട്. കയ്യാല കെട്ടിയിട്ട് ജലം സംരക്ഷിക്കുന്നതിൻ്റെ. പിന്നെ എന്താണ്? തട്ടുകളാക്കിയിട്ടുള്ള ചെരിഞ്ഞ ഭൂമി അല്ലേ. അതുപോലെ തന്നെ പിന്നെന്താണ്? തടമെടുക്കൽ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മഴവെള്ള സംഭരണി, മഴവെള്ളം കിണറിലേക്ക്, അതുപോലെ തന്നെ സിൽപോളിൻ ജലസംഭരണി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? മഴവെള്ള സംഭരണികളാണ്. നോക്കുക, മഴവെള്ള സംഭരണി, സിൽപോളിൻ ജലസംഭരണികൾ, കിണർ റീചാർജിങ് തുടങ്ങിയ പുതിയ ജലസംഭരണ രീതികളും ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന രീതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മഴക്കുഴി, കയ്യാല, തട്ടുകളായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ്? തടമെടുക്കുക എന്നുള്ള രീതികളൊക്കെ എന്താണ്? നമ്മൾ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. മഴവെള്ള സംഭരണി ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, പഴയ കാലത്ത് ഉപയോഗിച്ചതാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഈ മഴവെള്ള സംഭരണി, സിൽപോളിൻ ജലസംഭരണി, കിണർ റീചാർജിങ് എന്നൊക്കെ പറയുന്ന പുതിയ ജലസംഭരണ രീതികളും ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മഴവെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിലവിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് മെത്തേഡ്സ്? മഴവെള്ള സംഭരണി ഉപയോഗിക്കുന്നുണ്ട്, സിൽപോളിൻ ജലസംഭരണികൾ, കിണർ റീചാർജിങ് മുതലായവ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തത് ഇവിടെ തന്നിട്ടുള്ളത് മഴക്കാല കെടുതികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, മഴക്കാലത്ത് നമുക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതെല്ലാം നമുക്കറിയുന്ന എന്തൊക്കെയാണ്? വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മരങ്ങൾ കടപുഴകി വീഴൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചൽ, വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകരൽ, മഴക്കാല രോഗങ്ങൾ അല്ലെ. ഇതെല്ലാം മഴക്കാല കെടുതികളിൽ വരുന്നതാണ്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മരങ്ങൾ കടപുഴകി വീഴൽ, കടൽക്ഷോഭം, കൃഷിനാശം, മണ്ണൊലിപ്പ്, മണ്ണിടിച്ചൽ, വീടുകൾ അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തകരൽ, മഴക്കാല രോഗങ്ങൾ.
ഇവിടെ ഒരു പത്രത്തിൻ്റെ വാർത്തയിലെ കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? പുഴ കലി തുള്ളുന്നു, മുങ്ങിമരണം വീണ്ടും. അപ്പോൾ മുങ്ങിമരണത്തെക്കുറിച്ചുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ മുങ്ങിമരണങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകാം. ഇതിനായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വാഴത്തണ്ട്, കാറിൻ്റെയോ ജീപ്പിൻ്റെയോ ട്യൂബിൽ കാറ്റ് നിറച്ചത് എന്നിവ ഉപയോഗിക്കാം. നീന്തൽ പരിശീലനത്തിനായിട്ടാണ് പറയുന്നത്. എല്ലാവർക്കും നീന്തൽ പരിശീലനം നൽകുക മുങ്ങിമരണം ഒഴിവാക്കാനായിട്ട്. അപ്പോൾ ഈ പരിശീലനത്തിന് വേണ്ടി എന്തുപയോഗിക്കും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വാഴത്തണ്ട്, കാറിൻ്റെയോ ജീപ്പിൻ്റെയോ ട്യൂബിൽ കാറ്റ് നിറച്ചതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ദെൻ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുങ്ങൽ വിദഗ്ധരുടെയും രക്ഷാപ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കൽ. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? മുങ്ങൽ വിദഗ്ധരുടെയും രക്ഷാപ്രവർത്തകരുടെയും സേവനം ലഭ്യമാക്കൽ, സുരക്ഷാ ബോട്ടുകളും പ്രഥമ ശുശ്രൂഷ സൗകര്യങ്ങളും ഒരുക്കൽ, ജലവാഹനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കൽ എന്നിവയൊക്കെയാണ് നമുക്ക് മുങ്ങിമരണം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റുക. ഇനി ജലാശയങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ടു നികത്തിയും നദീതടങ്ങൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയും ജലത്തിൻ്റെ ഒഴുക്ക് തടയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത് സ്വാഭാവികമല്ലേ? അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ കാരണം എന്താണ്? ജലാശയങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തുന്നതും നദീതടങ്ങൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമെല്ലാം തന്നെ ജലത്തിൻ്റെ ഒഴുക്ക് തടയുന്നു. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വെള്ളപ്പൊക്കം ഉണ്ടാവാനായിട്ട്. അപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ ചിത്രങ്ങളൊക്കെയാണ് കാണുന്നത്, വെള്ളപ്പൊക്കത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും എല്ലാം. ഇനി നോക്കുക, മഴക്കാലത്ത് നമ്മൾ കേൾക്കുന്ന മുങ്ങിമരണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, കുന്നിടിക്കൽ, വനനശീകരണം ഇതെല്ലാം എന്താണ്? ഉരുൾപൊട്ടലിന് കാരണമാകുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് കാരണമാവുന്നത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ജലാശയങ്ങളും പാടശേഖരങ്ങളും മണ്ണിട്ട് നികത്തുന്നത്, നദീതടങ്ങൾ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, ജലത്തിൻ്റെ ഒഴുക്ക് തടയുമ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത് അല്ലേ? ഇനി ഉരുൾപൊട്ടലിന് കാരണം എന്താണ്? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഉരുൾപൊട്ടലിന് കാരണം എന്താണെന്നാണ് പറയുന്നത്? ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, കുന്നിടിക്കൽ, വനനശീകരണം ഇതെല്ലാമാണ് ഉരുൾപൊട്ടലിന് കാരണമാകുന്നത്. ഇനി മനുഷ്യസൃഷ്ടി അല്ലെങ്കിലും കടൽക്ഷോഭം വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നതുമെല്ലാമാണ് ഈ കടൽക്ഷോഭത്തിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കാറുള്ളത് അല്ലേ? കടൽക്ഷോഭം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യസൃഷ്ടിയല്ല, പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നത് മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതിലൂടെയും കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നത് കൊണ്ടൊക്കെയാണ് കടൽക്ഷോഭം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കാഠിന്യം കൂടുന്നത്. ഓക്കെ. ദെൻ കടൽ ഭിത്തികൾ കെട്ടിയും കണ്ടൽ ചെടികൾ വെച്ചു പിടിപ്പിച്ചും കടലാക്രമണം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ കടലാക്രമണം നിയന്ത്രിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? കടൽ ഭിത്തികൾ കെട്ടുക, കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ഇതെല്ലാം ഓരോ പോയിന്റ് ആണ് കേട്ടോ. ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ചോദിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. എന്താണ് മഴക്കാല കെടുതികൾ എന്തൊക്കെയാണ്? വെള്ളപ്പൊക്കത്തിന് കാരണം എന്താണ്? ഉരുൾപൊട്ടലിന് കാരണം എന്താണ്? കടൽക്ഷോഭം എങ്ങനെയൊക്കെയാണ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക, നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതൊക്കെ എല്ലാം പോയിന്റ്സ് ആയിട്ട് പഠിക്കുക. ഓക്കെ. അപ്പോൾ കടൽ ഭിത്തികൾ കെട്ടുക, കണ്ടൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുക, ഇതൊക്കെയാണ് കടലാക്രമണം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയുന്ന കാര്യങ്ങൾ. ഓക്കെ. ഇനി ഇവിടെ സേവന സന്നദ്ധതയോടെ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി മുതലായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? വെള്ളപ്പൊക്കവും എല്ലാ കാര്യങ്ങളും വരുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, സ്വന്തം ജീവൻ പോലും കൊടുത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സന്നദ്ധ സേവകരായ അത്തരം ആളുകളെ ആദരവോടുകൂടി നാം കാണേണ്ടതുണ്ട്. റെഡ് ക്രോസ് പോലുള്ള ചില സന്നദ്ധ സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ റെഡ് ക്രോസ് എന്ന് പറയുന്ന പേര് പഠിച്ചു വയ്ക്കുക. സേവന സന്നദ്ധരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവർത്തിക്കാവുന്ന മേഖലകളാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. നമ്മൾ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, ജൂനിയർ റെഡ് ക്രോസ് മുതലായവ. ഇത്തരം സന്നദ്ധ സേവന സംഘടനകളിൽ നിങ്ങളും ചേരുമല്ലോ, മറ്റുള്ളവരെ സഹായിക്കണം. അപ്പോൾ ജസ്റ്റ് ആ സന്നദ്ധ സേവന സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്, അതിൻ്റെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ. 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ജലത്തെക്കുറിച്ചുള്ള, ജലത്തിൻ്റെ സവിശേഷതകൾ പഠിച്ചു വയ്ക്കുക. ലീനം, ലായകം, ലായനി അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതൊക്കെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്തൊക്കെ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. ദെൻ നമ്മുടെ മെയിൻ
പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളാണ്. മഴ മൂലമുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതിൽ ഓരോന്നും നമ്മൾ പഠിച്ചല്ലേ. വെള്ളപ്പൊക്കം എങ്ങനെയാണ്, ഉരുൾപൊട്ടൽ എങ്ങനെയാണ്, കടൽക്ഷോഭം എങ്ങനെയാണ്, അത് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ് നിർമ്മലമായ പ്രകൃതിക്കായി. അപ്പോൾ ആ ചാപ്റ്റർ നമുക്ക് നോക്കാം. ഇതാണ് 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ, നിർമ്മലമായ പ്രകൃതിക്കായി. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു കവിത ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അവിടെ താഴെ തന്നിട്ടുള്ളത് കണ്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. എങ്കിലും നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഇതൊന്ന് പറയാം. മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് വളരുന്നു. ഓക്കെ, മണ്ണിൽ നിന്ന് എന്താണ് വൃക്ഷങ്ങൾ, സസ്യങ്ങൾ വളരുന്നത് എങ്ങനെയാണ്? മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്താണ് വളരുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് പ്രാണവായു സ്വീകരിക്കുന്നു, അല്ലേ? അന്തരീക്ഷത്തിൽ നിന്ന് പ്രാണവായു സ്വീകരിക്കുന്നു. നമ്മൾ പറഞ്ഞു ഓക്സിജനാണ് ശ്വസിക്കുന്നത്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ സസ്യങ്ങളും എന്താണ് ചെയ്യുന്നത്? ഓക്സിജനാണ് ശ്വസിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തി ആഹാരം നിർമ്മിക്കുന്നു. ഇത് നമ്മൾ പഠിച്ചു അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ട് എന്താണ് സസ്യങ്ങൾ സ്വീകരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മറ്റുള്ളവർക്കായി കരുതി വയ്ക്കുന്നു. സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ പ്രാണവായു പുറത്തുവിടുന്നു, അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് പ്രകാശ സംശ്ലേഷണം നടത്തിയിട്ട് ഓക്സിജനാണ് പുറത്തോട്ട് വിടുന്നത്. ഓക്കെ, ഇപ്പോൾ സസ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത്. മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്താണ് വളരുന്നത്. അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ സ്വീകരിക്കുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗപ്പെടുത്തി ആഹാരം നിർമ്മിക്കുന്നു. അതിന് നമ്മൾ എന്താണെന്ന് പറഞ്ഞത്? പ്രകാശ സംശ്ലേഷണം. അപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിക്കുന്നു, മറ്റുള്ളവർക്കായി കരുതി വയ്ക്കുന്നു. പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം നിർമ്മിച്ചിട്ട് എന്ത് പുറത്തോട്ട് വിടുന്നു? ഓക്സിജനാണ് സസ്യങ്ങൾ പുറത്തോട്ട് വിടുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യരെ പോലെ തന്നെയാണ്, ഓക്സിജൻ ശ്വസിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നു, ഓക്സിജൻ എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വിടുന്നു. ഓക്കെ, അപ്പോൾ മരത്തിൻ്റെ നിലനിൽപ്പിന് മണ്ണ്, വായു, ജലം ഈ 3 ഘടകങ്ങളും എന്താണ്? ആവശ്യമാണ്, അല്ലേ? ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ജീവികളും അതെങ്ങനെയാണ് വായുവിനെയും മണ്ണിനെയും ജലത്തെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. എല്ലാ ജീവജാലങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ആരെ ആശ്രയിക്കുന്നുണ്ട്? മണ്ണ്, വായു, ജലം ഈ 3 ഘടകങ്ങളെയും ആശ്രയിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ മത്സ്യങ്ങളുടെ കാര്യം കൊടുത്തിട്ടുണ്ട്. ജലത്തിലെ വായു ശ്വസിക്കുന്നു, അല്ലേ? ഇപ്പോൾ വായു ആവശ്യമാണ്. ജലാശയങ്ങൾ എവിടെയാണ്? മണ്ണിലാണുള്ളത്, അപ്പോൾ മണ്ണ് ആവശ്യമാണ്. ജലത്തിലാണ് മത്സ്യങ്ങൾ ജീവിക്കുക, അപ്പോൾ ജലവും ആവശ്യമാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങളും ആവശ്യമാണ്. ഇനി പക്ഷികളാണെങ്കിലും നമുക്കറിയാം വായു ശ്വസിക്കുന്നുണ്ട്, അല്ലേ? മണ്ണ് എന്ന് പറയുമ്പോൾ പക്ഷികൾക്ക് എല്ലാവർക്കും ആവശ്യം തന്നെയാണ്. ദെൻ ജലം എന്ന് പറയുന്നതും എന്താണ്? ആവശ്യം തന്നെയാണ്, അല്ലേ? ജലം കുടിക്കാനായിട്ട് പക്ഷികൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്താണ്? അറിയുന്ന കാര്യമാണ്. ഇനി പ്രാണികൾ എടുത്താലും ജലസസ്യങ്ങളാണെങ്കിലും ജലസസ്യങ്ങളും നമ്മളെ മനുഷ്യരെ പോലെ തന്നെയാണ് ശ്വസിക്കുന്നത്. എന്താണ്? ഓക്സിജൻ തന്നെയാണ്, അപ്പോൾ ഓക്സിജൻ ആവശ്യമാണ്. ദെൻ മണ്ണ് എന്താണ്? സസ്യങ്ങൾ വളരുന്നത് മണ്ണിലാണ്, അപ്പോൾ മണ്ണ് ആവശ്യമാണ്. ജലം എന്താണ്? സസ്യങ്ങൾക്ക് ജലവും ലവണവും വേണം. പ്രകാശ സംശ്ലേഷണം നടത്തണമെങ്കിൽ ജലവും ലവണവും വലിച്ചെടുക്കണം എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ കാര്യമായാലും നമുക്കറിയാം. അപ്പോൾ വായു, മണ്ണ്, ജലം എന്ന് പറയുന്ന 3 ഘടകങ്ങളെയും എല്ലാ ജീവജാലങ്ങളും ആശ്രയിക്കുന്നുണ്ട്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി ഇവിടെ നോക്കാം. ഇവിടെ മണ്ണ് നിരീക്ഷണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന മണ്ണ് എല്ലാം തന്നെ ഒരുപോലെയാണോ? അല്ല, അത് നമുക്കറിയാം, അല്ലേ? നിറത്തിൽ വ്യത്യാസമുണ്ട്, തരികളുടെ വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്, അടങ്ങിയിട്ടുള്ള മറ്റുള്ള വസ്തുക്കളിൽ വ്യത്യാസമുണ്ട്, പലതരത്തിലുള്ള മണ്ണുകളുണ്ട്. അതാണ് അവിടെ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡിനെ കുറിച്ചാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്താണെന്നുള്ളത് ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് സ്വതന്ത്രമാകുന്ന ഓക്സിജൻ പുറത്തു വരുന്നത് മൂലമാണ് പതഞ്ഞു പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് വേഗത്തിൽ വിഘടിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ സ്വതന്ത്രമാവുന്നത് എന്താണ്? ഓക്സിജനാണ്. അതുകൊണ്ടാണ് പതഞ്ഞു പൊങ്ങുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യും? വേഗത്തിൽ വിഘടിക്കും. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലേ? ഓരോ മണ്ണെടുത്തു കഴിഞ്ഞാലും അതിലുള്ള ജലാംശത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണ്? ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വയ്ക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം,
ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം, ഇതെല്ലാം എന്താണ് മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണമാകുന്നുണ്ട്. ജലലഭ്യത, ബാഷ്പീകരണ നിരക്കിലെ വ്യത്യാസം, ജലം സംഭരിച്ചു വെക്കാനുള്ള ശേഷിയിലെ വ്യത്യാസം, ജൈവാംശത്തിൻ്റെ അളവിലെ വ്യത്യാസം എന്നിവയാണ് മണ്ണിലെ ജലാംശത്തിൽ വ്യത്യാസമുണ്ടാവാൻ കാരണമായിട്ട് വരുന്നത്. അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ജൈവസമ്പന്നമായ മേൽമണ്ണ് രൂപപ്പെടുന്നത് അനേകം വർഷങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അടിമണ്ണും ഉണ്ട്, മേൽമണ്ണും ഉണ്ട്. അതിലെ മേൽമണ്ണ് എന്ന് പറയുന്നത് അനേകം വർഷങ്ങൾ കൊണ്ടാണ് രൂപപ്പെടുന്നത്. മേൽമണ്ണ് ഏകദേശം ഒരടി കനത്തിൽ കാണപ്പെടുന്നു. മേൽമണ്ണിനെ അപേക്ഷിച്ച് അടിമണ്ണിൽ ജൈവാംശം വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ മേൽമണ്ണിനാണോ അടിമണ്ണിലാണോ ജൈവാംശം കൂടുതൽ? മേൽമണ്ണിനാണ് കൂടുതൽ. അടിമണ്ണിൽ ജൈവാംശം എന്താണ്? വളരെ കുറവാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ജീവനുള്ള മണ്ണ് നോക്കുക. ജീവികളുടെ നിലനിൽപ്പിന് ആധാരമാണ് എന്ത്? മണ്ണ് എന്ന് പറയുന്നത്. എല്ലാ പ്രദേശങ്ങളിലെയും മണ്ണ് ഒരുപോലെയല്ല, അത് നമ്മൾ പറഞ്ഞു. മണ്ണിൽ വായു, ജലം, ധാതുക്കൾ, ജൈവവസ്തുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് എന്തിനുപയോഗിക്കുക? കൃഷിക്ക്, അല്ലേ? കൃഷിക്ക് യോജിച്ചത്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷിയും കൂടുതലാണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിന് ജലാകിരണ ശേഷിയും, ജലം ആഗിരണം ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. എന്നാൽ മണൽ മണ്ണിന് ജൈവാംശം കുറവായതിനാൽ ജലാകിരണ ശേഷി കുറവാണ്. മണൽ മണ്ണിന് ജൈവാംശം കുറവായതുകൊണ്ട് തന്നെ ജലത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവ് കുറവാണ്. ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. ഇവ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അല്ലേ? മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളാണ് ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ജൈവവസ്തുക്കൾ എത്രയാണ്, ജലത്തിൻ്റെ അളവ് എത്രയാണ്, ധാതുക്കളുടെ അളവ് എത്രയാണ്, മണ്ണിലെ ഘടകങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കൃഷിക്ക് യോജ്യമായ മണ്ണിലെ ഘടകങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, കൃഷിക്ക് യോജ്യമായ മണ്ണിലെ ഘടകങ്ങൾ എത്രയാണ് എന്ന് പറഞ്ഞിട്ട് താഴെ തന്നിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജലത്തിൻ്റെ അളവ് 25%, ധാതുക്കളുടെ അളവ് 45%, ജൈവ വസ്തുക്കൾ 5%. ഓക്കെ, ഇവിടെ മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏത് പരീക്ഷയ്ക്കാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലില്ലാതെ കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ മണ്ണിൻ്റെ ഫലപുഷ്ടി നശിക്കുന്നു, ഒക്കെ ഇല്ലാതെയാവുന്നു എന്നുള്ളത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ വരിക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലാണ്. നമ്മളിപ്പോൾ ഓരോ വരിയും വായിക്കുമ്പോൾ നിങ്ങളിത് എന്തിനാണ് ഇത് വായിക്കുന്നത് എന്ന് ചിന്തിക്കും. പക്ഷേ ആ രീതിയിലൊക്കെയാണ് നമുക്ക് ചോദ്യങ്ങൾ ഇനി അങ്ങോട്ട് വരിക. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ട്. ഇവ ജൈവ വസ്തുക്കളെ വിഘടിപ്പിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ സൂക്ഷ്മജീവികൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ കൃഷിക്ക് യോജ്യമായ മണ്ണിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, എത്ര % ആണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മഴക്കാലത്ത് ഈ ജൈവസമ്പന്നമായ മേൽമണ്ണ് നമ്മൾ പറഞ്ഞു, അടിമണ്ണിനേക്കാളും എവിടെയാണ് ജൈവവൈവിധ്യം കൂടുതൽ എന്ന് പറയുന്നത്? മേൽമണ്ണിലാണ്. അപ്പോൾ മഴക്കാലത്ത് മേൽമണ്ണിൻ്റെ എല്ലാം ഒഴുകിപ്പോകും, അല്ലെ? മഴവെള്ളത്തോടൊപ്പം ഒഴുകിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ഇങ്ങനെ മണ്ണ് ഒഴുകിപ്പോകുന്ന മണ്ണൊലിപ്പ് എന്താണ്, അത് തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മഴക്കാലത്താണ് എന്ത് കാണപ്പെടുന്നത്? മണ്ണൊലിപ്പ് അല്ലെങ്കിൽ സോയിൽ എറോഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മഴക്കാലത്താണ്. മരങ്ങളുടെ വേരുകൾ മണ്ണിനെ ഒഴുകിപ്പോവാതെ പിടിച്ചു നിർത്തുന്നു, അല്ലെ? മണ്ണ് ഒഴുകിപ്പോവാതിരിക്കണമെങ്കിൽ എന്ത് വേണം? മരങ്ങൾ വേണം. കാരണം മരങ്ങളുടെ വേരുകളാണ് മണ്ണിനെ ഒഴുകിപ്പോകാതെ പിടിച്ചു നിർത്തുന്നത്. മരങ്ങളോ ചെടികളോ ഇല്ലാത്ത പ്രദേശത്ത് മണ്ണൊലിപ്പ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മരങ്ങളോ ചെടികളോ ഇല്ലാത്ത പ്രദേശത്ത് മണ്ണൊലിപ്പ് കൂടുതലായിരിക്കും. ചെരിഞ്ഞ പ്രദേശത്തും മണ്ണൊലിപ്പിന് സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗങ്ങളാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? തട്ടുകളാക്കിയിട്ടുള്ള കൃഷി ചെയ്യൽ, അല്ലേ? ഇത് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങനെ വരമ്പൊക്കെ മാടുന്നതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണൊലിപ്പ് തടയാനായിട്ട് ചെയ്യേണ്ട മെത്തേഡ് നമുക്കറിയാം, അല്ലേ? ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇനി നോക്കുക, മണ്ണിനും വേണ്ടാത്തത്. അതായത് നമ്മൾ ഉപയോഗശേഷം നമ്മൾ പല വസ്തുക്കളും എന്ത് ചെയ്യും? മണ്ണിലോട്ട് വലിച്ചെറിയും, അല്ലേ? അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന കുറേ വസ്തുക്കളൊക്കെ എന്താണ്? മണ്ണിൽ വിഘടിച്ച് ചേരുന്നവയാണ്. ഇനി വിഘടിച്ച് ചേരാത്ത വസ്തുക്കൾ ഉണ്ടല്ലേ, അതെന്താണ്? മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയിൽ മാറ്റം വരുന്നുണ്ട്, അല്ലേ?
അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇടും. പ്ലാസ്റ്റിക് ഒക്കെ മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വിഘടനത്തിന് വിധേയമാകുമോ? ഇല്ല, പ്ലാസ്റ്റിക് ഒന്നും ലയിച്ചു പോവില്ല. അത് ദീർഘകാലം മണ്ണിൽ നശിക്കാതെ തന്നെ കിടക്കുന്നു. മണ്ണിലേക്ക് ജലം ഊർന്ന് ഇറങ്ങുന്നത് തടയുന്നു, വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ മണ്ണിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അത് മണ്ണിൽ നശിക്കാതെ കിടക്കുമ്പോൾ മണ്ണിലോട്ട് ജലം ഇറങ്ങുന്നത് തടയുന്നു, വേരുകളുടെ വളർച്ച തടസ്സപ്പെടുത്തുന്നു. ഇനി രാസകീടനാശിനികളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. രാസകീടനാശിനികൾ കൃഷി നശിപ്പിക്കുന്ന കീടങ്ങളെ മാത്രമല്ല ഉപദ്രവകാരികളല്ലാത്ത സൂക്ഷ്മജീവികളെയും നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മജീവികൾ നശിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും, അല്ലേ? അപ്പോൾ രാസവളങ്ങൾ മണ്ണിലെ ചില ഘടകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. മണ്ണിരയുടെയും മണ്ണിലെ സൂക്ഷ്മജീവികളുടെയും നാശത്തിന് രാസവസ്തുക്കൾ കാരണമാവുന്നുണ്ട്. അടുത്തത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? മാലിന്യങ്ങൾ തരം തിരിച്ച് സംസ്കരിക്കൽ, അതായത് ഖരാവസ്ഥയിലുള്ളത്, തീ കത്തിക്കാൻ പറ്റുന്നത്, ഓക്കെ, അഴുകിപ്പോകുന്നത്, അങ്ങനെ മാലിന്യങ്ങളെ തന്നെ തരം തിരിച്ച് സംസ്കരിക്കൽ. ജൈവ മാലിന്യം ഉപയോഗിച്ച് കമ്പോസ്റ്റ് വളം നിർമ്മിക്കൽ. ഫുഡ് വേസ്റ്റും ഇലകളുടെയും പഴങ്ങളുടെയും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ചേർത്ത് നമ്മൾ എന്താണ് കമ്പോസ്റ്റ് വളം നിർമ്മിക്കൽ. ഓക്കെ, ജൈവ മാലിന്യം ഉപയോഗിച്ച് കമ്പോസ്റ്റ് വളം നിർമ്മിക്കൽ. പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കൽ, വീണ്ടും ഉപയോഗിക്കൽ. പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മൾ വീണ്ടും ഉപയോഗിക്കുക, അല്ലേ? ഉപയോഗം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചതിനെ പിന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇതെല്ലാമാണ് എന്ത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക, അല്ലെ? മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കൽ, ജൈവ മാലിന്യം ഉപയോഗിച്ച് കമ്പോസ്റ്റ് വളം നിർമ്മിക്കൽ, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിയന്ത്രിക്കൽ, വീണ്ടും ഉപയോഗിക്കൽ എന്നുള്ളത്. അടുത്തത് നമുക്കിവിടെ തന്നിട്ടുള്ളത് നമുക്ക് ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ ചെറിയൊരു ശതമാനം മാത്രമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? അപ്പോൾ അതിൻ്റെ എന്താണ് എത്രയാണ് നമുക്ക് കിട്ടുന്ന അളവ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സമുദ്രജലം എത്രയാണ്? 96.5% സമുദ്രജലമാണ്. ബാക്കിയുള്ളത് നോക്കുക. മഞ്ഞുപാളിയിൽ 1.73%, ഭൂഗർഭജലം 1.69%, അന്തരീക്ഷത്തിൽ 0.001, തടാകത്തിൽ 0.001, മറ്റുള്ളവ 0.078 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ശുദ്ധജലം എന്ന് പറയുന്നത് എത്രയാണ്? വളരെ കുറവാണ്. ഇനി ജലത്തിൻ്റെ ഗുണനിലവാരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജലത്തിൻ്റെ ഗുണനിലവാരം ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിർണ്ണയിക്കുന്നത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ആവശ്യമുള്ളത് എന്തിനാണ്? കുടിവെള്ളത്തിനാണ്, അല്ലെ? നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ ഗുണനിലവാരം ആവശ്യമുള്ളത്. ജലത്തിൽ വിവിധ ധാതുക്കൾ, ഓക്സിജൻ, സൂക്ഷ്മജീവികൾ, അലേയ മാലിന്യങ്ങൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇവയുടെ ഏറ്റക്കുറച്ചിലുകൾ ജലത്തിൻ്റെ ഗുണനിലവാരത്തെ സ്വാധീനിക്കുന്നു. ശുദ്ധമായ ജലത്തിന് നിർവീര്യ സ്വഭാവമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ശുദ്ധമായ ജലം എന്ന് പറയുന്നത് എന്താണ്? നിർവീര്യമാണ്, നിർവീര്യ സ്വഭാവമാണ്. അതായത് ശുദ്ധജലത്തിൻ്റെ pH എന്ന് പറയുന്നത് എത്രയാണ്? 7 ഓക്കെ. അപ്പം നിർവീര്യം എന്ന് പറയുമ്പോൾ എത്രയാണ്? pH 7 ആണ് വരുന്നത്. ഓക്കെ, ശുദ്ധജലം എന്ന് പറയുന്നതിൻ്റെ pH 7. അതായത് നിർവീര്യ സ്വഭാവമാണ് ശുദ്ധജലത്തിനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് 6.5 മുതൽ 7.5 വരെ pH ഉള്ള വെള്ളമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ കുടിവെള്ളം, നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH എത്രയാണ്? 6.5 മുതൽ 7.5 വരെയാണ്. ശുദ്ധജലത്തിൻ്റെ pH എന്ന് പറയുന്നത് 7 എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. pH വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഇവിടെ നോക്കുക. രോഗകാരികളായ സൂക്ഷ്മജീവികൾ ജലത്തിൽ വളരാനിടയാവുകയും ആ ജലം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത്, അല്ലേ? രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികൾ ജലത്തിൽ വളരാനിടയാവുകയും ആ ജലം കുടിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ജലത്തിൽ കൂടി രോഗങ്ങൾ പകരുന്നത്. വിസർജ്യ വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും കുടിവെള്ളത്തിൽ കലരുന്നതാണ് കുടിവെള്ള മലിനീകരണത്തിനുള്ള കാരണം. കുടിവെള്ള മലിനീകരണത്തിന് കാരണം എന്താണ്? വിസർജ്യ വസ്തുക്കളും മറ്റു മാലിന്യങ്ങളും കുടിവെള്ളത്തിൽ കലരുന്നതാണ്. വിസർജ്യ വസ്തുക്കളിലൂടെ ജലത്തിലെത്തുന്ന ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഡയേറിയ എന്ന രോഗത്തിന് കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ വിസർജ്യ വസ്തുക്കളിലൂടെ എത്തുന്ന ഈക്കോളൈ ബാക്ടീരിയ ആണ് ഡയറിയ എന്ന് പറയുന്ന രോഗത്തിന് കാരണമാവുന്നത്. ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം തുടങ്ങിയവ കുടിവെള്ളത്തിലൂടെ പകരുന്ന മറ്റു രോഗങ്ങളാണ്. അപ്പോൾ കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡയറിയ, ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, മഞ്ഞപ്പിത്തം എന്നിവയാണ്
ഡയറിയയ്ക്ക് കാരണമായിട്ടുള്ളത് ഏതാണ്? ഈക്കോളൈ ബാക്ടീരിയ ആണ്. ഓക്കെ, അത്രയും പഠിച്ചു വെച്ചേക്കുക. അടുത്തത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ജലശുദ്ധീകരണശാലകളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൽ ഒന്നാമത്തെ ഘട്ടം അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടം ഏതാണ്, അല്ലെങ്കിൽ നാലാമത്തെ ഘട്ടം ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ ആ ഘട്ടം തന്നിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഘട്ടം 1 നോക്കുക. ഘട്ടം 1 എന്താണ്? ജലശുദ്ധീകരണത്തിൻ്റെ ഘട്ടം 1 എന്ന് പറയുന്നത് എയറേഷനാണ്. പേര് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. 1ാം ഘട്ടം 2ാം ഘട്ടം എന്ന് പറയുന്നത് പേര് കറക്റ്റായിട്ട് പഠിച്ചേക്കണം, ചിലപ്പോൾ ചോദിക്കാം നമുക്ക്. അപ്പോൾ ഘട്ടം 1 എന്ന് പറയുന്നത് എയറേഷൻ. എയറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ജലം എന്ത് ചെയ്യുന്നു? വായുവുമായിട്ട് കലർത്തുന്നതാണ് എയറേഷൻ എന്ന് പറയുന്നത്. ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത്? ജലത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. ജലത്തെ വായുവുമായിട്ട് കലർത്തുമ്പോൾ ജലത്തിലുള്ള ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നു. ഇതാണ് എയറേഷൻ എന്ന് പറയുന്നത്. ജലശുദ്ധീകരണത്തിൻ്റെ ഫസ്റ്റ് ഘട്ടം, 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? എയറേഷൻ ആണ്. ഇനി 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ എന്താണ്? കൊയാഗുലേഷൻ ജലശുദ്ധീകരണശാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഘട്ടമാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. ഓക്കെ, ഖരപദാർത്ഥങ്ങളെ എന്ത് ചെയ്യുന്നു? ജലത്തിൽ കലർന്നിട്ടുള്ള ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് എന്താണ് ചേർക്കുന്നത്? ആലം ചേർക്കുന്നു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ആലം. ഓക്കെ, അപ്പോൾ കൊയാഗുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ആലം ആണ് ചേർക്കുന്നത്. ആലം ചേർക്കുമ്പോൾ ജലത്തിൻ്റെ pH മൂല്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. pH ക്രമീകരിക്കുന്നതിനായിട്ട് കുമ്മായം ചേർക്കുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ജലശുദ്ധീകരണത്തിൻ്റെ 2ാം ഘട്ടമായ കൊയാഗുലേഷനിൽ pH ക്രമീകരിക്കുന്നതിനായിട്ട് ചേർക്കുന്നത് എന്താണ്? കുമ്മായമാണ് ചേർക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കൊയാഗുലേഷൻ മെത്തേഡിൽ ഖരപദാർത്ഥങ്ങൾ അടിയിക്കുന്നതിന് വേണ്ടി ചേർക്കുന്നത് എന്താണ്? ആലമാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ജലശുദ്ധീകരണ ഘട്ടങ്ങൾ തന്നിട്ടുണ്ട്, അതിൽ തെറ്റായത് ഏതാണെന്നൊക്കെ പറഞ്ഞ് പ്രസ്താവനകൾ മാറ്റി കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. എയറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജലം വായുവുമായിട്ട് കലർത്തുന്നു, ആ സമയത്ത് ജലത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. കൊയാഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് എന്ത് ചേർക്കുന്നു? ആലം ചേർക്കുന്നു. ആലം ചേർക്കുന്ന സമയത്ത് ജലത്തിൻ്റെ pH എന്ത് ചെയ്യും? കുറയും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് pH ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് കുമ്മായം ചേർക്കുന്നു. ഇനി ഘട്ടം 3 എന്ന് പറയുന്നത് എന്താണ്? ക്ലാരിഫ്ലോക്കുലേഷൻ. ഓക്കെ, ക്ലാരിഫ്ലോക്കുലേഷൻ എന്താണ്? ക്ലാരിഫ്ലോക്കുലേഷൻ മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം, നമ്മൾ പറഞ്ഞു ഖരപദാർത്ഥങ്ങളെ അടിയിക്കുന്നു എന്ന് പറഞ്ഞു കൊയാഗുലേഷൻ മെത്തേഡിൽ അല്ലേ. അപ്പോൾ അവിടെ മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളത്തെ എന്ത് ചെയ്യുന്നു? ഫിൽറ്ററിലോട്ട് മാറ്റുന്നു. അതിനെയാണ് ക്ലാരിഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറായ വെള്ളത്തെ, തെളിഞ്ഞ വെള്ളത്തെ ഫിൽറ്ററിലോട്ട് കടത്തിവിടുന്നതിനെയാണ് ക്ലാരിഫ്ലോക്കുലേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഘട്ടം 4 ഫിൽട്ടറേഷൻ ആണ്. ഘട്ടം 4 എന്താണ്? ഫിൽട്ടറേഷൻ. അതായത് അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽറ്ററിൽ വെച്ച് എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു. ഖരപദാർത്ഥങ്ങൾ അടിയിക്കുന്നു എന്ന് പറഞ്ഞു, എന്നിട്ട് തെളിഞ്ഞ വെള്ളത്തെ ഫിൽറ്ററിലോട്ട് കടത്തിവിടുന്നു. ഇതിൽ അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഫിൽറ്ററിൽ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അടിയിൽ വലുപ്പം കൂടിയ കല്ലുകളും ആണ് ഫിൽട്ടർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നത്. ഫിൽട്ടർ യൂണിറ്റിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? മുകളിൽ മണൽ, അടിയിൽ എന്താണ്? വലുപ്പം കൂടിയ കല്ലുകളാണ് ഫിൽട്ടറിലായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4ാം ഘട്ടം ഫിൽട്രേഷൻ. 5ാം ഘട്ടം എന്താണ്? ക്ലോറിനേഷൻ ആണ്. ക്ലോറിനേഷൻ അതായത് ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാനായിട്ട് ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നു. ക്ലോറിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാനായിട്ട് ക്ലോറിൻ വാതകമോ അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ ചേർക്കുന്നതിനെയാണ് ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ഇനി 6ാം ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? സംഭരണമാണ്. സംഭരണം എന്ന് പറയുമ്പോൾ ശുദ്ധീകരിച്ച ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. അതാണ് സംഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6 ഘട്ടവും, ജലശുദ്ധീകരണത്തിൻ്റെ 6 ഘട്ടവും ഇമ്പോർട്ടൻ്റ് ആണ്. 1ാം ഘട്ടം എയറേഷൻ, 2ാം ഘട്ടം കൊയാഗുലേഷൻ, 3ാം ഘട്ടം ക്ലാരിഫ്ലോക്കുലേഷൻ, 4ാം ഘട്ടം ഫിൽട്രേഷൻ, 5ാം ഘട്ടം ക്ലോറിനേഷൻ, 6ാം ഘട്ടം സംഭരണം. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകളിൽ ജലശുദ്ധീകരണത്തിനായിട്ട് ഫിൽട്ടർ യൂണിറ്റും അൾട്രാവയലറ്റ് രശ്മികൾ കടത്തിവിടുന്നതിനുള്ള സംവിധാനങ്ങളുമുണ്ട്. ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരമാണ് അൾട്രാവയലറ്റ് രശ്മികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, എന്താണ്? വീടുകളിൽ ഉപയോഗിക്കുന്ന പ്യൂരിഫയറുകളിൽ, വാട്ടർ പ്യൂരിഫയറുകളിൽ എന്തിനു പകരം? ക്ലോറിനേഷൻ നടത്തുന്നതിന് പകരം ഉപയോഗിക്കുന്നത് എന്താണ്? അൾട്രാവയലറ്റ് രശ്മികളാണ്. അൾട്രാവയലറ്റ് രശ്മികളാണ്. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്തത് മലിനമാകുന്ന വായു.
അതായത് മണ്ണ് മലിനീകരണം നമ്മൾ പഠിച്ചു, ജലമലിനീകരണം നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വായു അല്ലേ. അപ്പോൾ വായു മലിനീകരണത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്തരീക്ഷ വായുവിലുള്ള ഘടകങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഘടകങ്ങൾ നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എത്രയാണ്? നൈട്രജൻ 78%, ഓക്സിജൻ 20.9%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03%, മറ്റുള്ളവ 1.7%. അപ്പോൾ ഇതിൽ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഇതിന് മൂന്നിൻ്റെയും അളവ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. നൈട്രജൻ്റെ അളവ് എത്രയാണ്? അന്തരീക്ഷ വായുവിലുള്ള നൈട്രജൻ്റെ അളവ് എത്രയാണ് ചോദിക്കാം. 78%. ഓക്സിജൻ്റെ അളവ് എത്രയാണ്? 20.9%. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 0.03 ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ നോക്കുക, അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യവസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോൾ വായു മലിനമായി എന്ന് പറയാം. എങ്ങനെയാണ് ഇപ്പോൾ വായു മലിനമാകുന്നത്? അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ, അന്തരീക്ഷ വായുവിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ആ ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അന്യവസ്തുക്കൾ വായുവുമായിട്ട് കലരുകയോ ചെയ്യുമ്പോഴാണ് വായു മലിനമാകുന്നത്. കൂടിയ തോതിലുള്ള മലിനീകരണം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വായു മലിനീകരണമാകുന്ന കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാതകം, സ്രോതസ് എവിടെ നിന്നാണ്, ഓക്കെ, അതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കുക, കാർബൺ മോണോക്സൈഡ് എവിടെ നിന്നാണ് വരുന്നത്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ നിന്നാണ്. അപ്പോൾ കൂടുതലായിട്ട് വാഹനങ്ങളിൽ നിന്നുള്ള പുക വന്നു കഴിഞ്ഞാൽ, നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ ശ്വസിക്കുന്നത്. അതുകൊണ്ടുണ്ടാവുന്നത് എന്തൊക്കെയാണ്? ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയുന്നു. ഓക്കെ, അപ്പോൾ വാഹനങ്ങളിൽ നിന്നുള്ള പുക ശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അടുത്ത വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. വിറക്, കൽക്കരി എന്നിവ കത്തുമ്പോൾ. അപ്പോൾ ഇത് ആഗോളതാപനത്തിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് വാതകം എന്തിനു കാരണമാവുന്നു? ആഗോളതാപനത്തിന്. ദെൻ സൾഫർ ഡൈ ഓക്സൈഡ് ഫാക്ടറികളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഫാക്ടറികളിൽ നിന്നാണ്. കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്നതാണ് സൾഫർ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഫാക്ടറികളിൽ നിന്നും. അപ്പോൾ ചിലപ്പോൾ സൾഫർ ഡൈ ഓക്സൈഡ് കൊണ്ടുണ്ടാവുന്ന അസുഖം അല്ലെങ്കിൽ രോഗം ഏതാണ് എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ ഒരാൾ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, അപ്പോൾ അയാൾക്ക് വരാവുന്ന രോഗം ഏതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അവർ ശ്വസിക്കുന്ന വാതകം ഏതാണ്? ഫാക്ടറികളിൽ നിന്ന് ഉണ്ടാവുന്ന വാതകമാണ് സൾഫർ ഡൈ ഓക്സൈഡ്. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയാണ്. അടുത്തത് നൈട്രജൻ്റെ ഓക്സൈഡുകൾ എന്ന് പറയുമ്പോൾ വാഹനങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്, ഫാക്ടറികളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട്. ഇത് അമ്ലമഴയ്ക്ക് കാരണമാകുന്നു. ഓക്കെ, അമ്ലമഴയ്ക്ക് കാരണം എന്താണ്? നൈട്രജൻ്റെ ഓക്സൈഡുകളാണ്. ഓക്കെ, അപ്പോൾ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമാണ് നൈട്രജൻ്റെ ഓക്സൈഡുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വാതകവും അതിൻ്റെ സ്രോതസ്സും അതിൻ്റെ ദൂഷ്യഫലങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കാം. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്റർ വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പകുതി കാര്യങ്ങളാണ് വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത് പഠിച്ചത്. ബാക്കി നമ്മൾ പറഞ്ഞു പരിസ്ഥിതി പ്രശ്നങ്ങളും വരുന്നതാണ്. അപ്പോൾ ആ ഭാഗം കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ജൈവ വൈവിധ്യം മുതലാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വൈവിധ്യം നിലനിൽപ്പിന് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വനവും വനവിഭവങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചതാണ്. അപ്പോൾ എന്താണ് ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്? ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ചേരുന്നതാണ് എന്ത്? ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഭൂമിയിൽ വസിക്കുന്ന വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും കൂടെ ചേരുന്നതാണ് എന്ത്? ജൈവ വൈവിധ്യം എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യത്തിൽ ആവാസ വ്യവസ്ഥകളുടെ വൈവിധ്യം, സ്പീഷീസുകളുടെ വൈവിധ്യം, ജനിതക വൈവിധ്യം എന്നീ തലങ്ങൾ പെടും.
ഓക്കെ, ജൈവ വൈവിധ്യം എന്ന് പറയുമ്പോൾ ആവാസ വ്യവസ്ഥകളുടെ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി വരും, സ്പീഷ്യസുകളുടെ വൈവിധ്യം സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി വരും, ജനിതക വൈവിധ്യം ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നിവ വരും. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് 1985 വാൾട്ടർ ജി റോസൻ ആണ്. ഓക്കെ, അപ്പോൾ ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ഈ പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? 1985 വാൾട്ടർ ജി റോസൻ ആണ്. ആ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജൈവ വൈവിധ്യം എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചത് ആരാണ്? വാൾട്ടർ ജി റോസൻ ആണ്. അടുത്തത് ജൈവ വൈവിധ്യത്തിൻ്റെ ആവശ്യകത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, അവശ്യ വസ്തുക്കളുടെ ലഭ്യത, അതായത് ഭക്ഷണം, മരുന്ന്, ഇന്ധനങ്ങൾ, നിർമ്മാണ വസ്തുക്കൾ, ഇങ്ങനെയുള്ള വസ്തുക്കളുടെ എല്ലാം ലഭ്യത. അടുത്തത് പാരിസ്ഥിതിക സേവനങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മണ്ണ് രൂപീകരണം, മണ്ണൊലിപ്പ് തടയൽ, ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് സന്തുലനം, ശുദ്ധജല ലഭ്യത, വെള്ളപ്പൊക്ക നിയന്ത്രണം, കാലാവസ്ഥാ നിയന്ത്രണം. ഇതൊക്കെയാണ് പരിസ്ഥിതി സേവനങ്ങളിൽ വരുന്നത്. സഹായ സേവനങ്ങളിൽ വരുന്നത് പോഷക ചംക്രമണം, പരാഗണം, ജൈവ നിയന്ത്രണം, വിത്തു വിതരണം. അതുപോലെ സാംസ്കാരിക സേവനങ്ങളിൽ സൗന്ദര്യാസ്വാദനം, വിനോദങ്ങൾ, പഠനം, ആചാരാനുഷ്ഠാനങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ജൈവ വൈവിധ്യ സേവനങ്ങൾ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വച്ചേക്കാം. അടുത്തത് ജൈവ വൈവിധ്യ ശോഷണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രദേശത്തും നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രദേശത്തും കാണപ്പെടുന്നതാണ് എന്ത്? പക്ഷികൾ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് അതിവേഗം ഇരയാകുന്ന ജീവി വിഭാഗം ഏതാണ്? പക്ഷികളാണ്. ആവാസ വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇരയാകുന്ന ജീവി വിഭാഗം എന്ന് പറയുന്നത് പക്ഷികളാണ്. അപ്പോൾ ഇവിടെ നോക്കുക, പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം ഭീഷണിയിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശമാണിത് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം എന്താണെന്നുള്ളത് നമുക്കറിയാം, അല്ലേ? അറബിക്കടലിന് സമാന്തരമായി 1500 കിലോമീറ്ററിലേറെ ദൈർഘ്യവും 1.25 ലക്ഷത്തിലധികം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ജൈവ വൈവിധ്യ സമ്പന്നമായ പ്രദേശമാണ് പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറയുന്നത്. സഹ്യപർവ്വതം, സഹ്യാദ്രി തുടങ്ങിയ പേരുകളുമുള്ള ഇവിടം വനങ്ങൾ, പുൽമേടുകൾ, കാവുകൾ, ചതുപ്പുനിലങ്ങൾ, നദികൾ, കുളങ്ങൾ മുതലായ ആവാസ വ്യവസ്ഥകളാൽ സമൃദ്ധമാണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ മറ്റു പേരുകളാണ് സഹ്യപർവ്വതം, സഹ്യാദ്രി. ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന എന്താണ്? പശ്ചിമഘട്ടം തന്നെയാണ്. ലോകത്ത് തന്നെ അപൂർവമായി ജീവികൾ ഇവിടെ കാണപ്പെടുന്നു. മനുഷ്യൻ്റെ വിവേകപൂർവ്വമല്ലാത്ത ഇടപെടലുകൾ ഈ ഭൂഭാഗത്തെ ക്ഷയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കൃഷി, നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നിർമ്മിച്ച അണകൾ, ഖനനം, വനസമ്പത്തിൻ്റെ ചൂഷണം, ടൂറിസം, വേട്ട തുടങ്ങിയവ പശ്ചിമഘട്ടത്തിലെ വൈവിധ്യ ശോഷണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ വൈവിധ്യ ശോഷണത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. എന്തൊക്കെയാണ്? കൃഷി, നദികളുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി നിർമ്മിച്ച അണകൾ, ഖനനം, വനസമ്പത്തിൻ്റെ ചൂഷണം, ടൂറിസം, വേട്ട തുടങ്ങിയവയാണ് ജൈവ വൈവിധ്യ ശോഷണത്തിന്, പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യ ശോഷണത്തിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഒരു പക്ഷിയും പാടുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റേച്ചൽ കേഴ്സൺ, അതുപോലെ തന്നെ നിശബ്ദ വസന്തം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പരീക്ഷയ്ക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത്. നോക്കുക, DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച റേച്ചൽ കാൾസൺ എന്ന അമേരിക്കൻ ഗവേഷക 1962 പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം, സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം ലോക ശ്രദ്ധ നേടി. അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിശബ്ദ വസന്തം എഴുതിയത് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? റേച്ചൽ കാൾസൺ ആണ്. അല്ലെങ്കിൽ DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണ്? നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് ആണ്. എഴുതിയത് ആരാണ്? റേച്ചൽ കാൾസൺ ആണ്. 1962 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഇൻസെക്റ്റ് ബോംബ് എന്ന ഓമനപ്പേരിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി കലർത്തി DDT കൃഷിയിടങ്ങളിൽ വ്യാപകമായി സ്പ്രേ ചെയ്തതിലൂടെ ചെറു ജന്തുക്കളോടൊപ്പം പക്ഷികളുടെ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്ന കാര്യം കാൾസൺ നിശബ്ദ വസന്തത്തിൽ ചൂണ്ടിക്കാട്ടി. മിക്ക കീടനാശിനികളും ക്യാൻസറിന് വഴിവെക്കുമെന്ന പഠന റിപ്പോർട്ടുകൾ പിൻബലത്തിൽ അവർ സമർത്ഥിച്ചു.
1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായത് ഈ പുസ്തകമാണ്. അപ്പോൾ 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ നിശബ്ദ വസന്തമാണ്. എഴുതിയത് റേച്ചൽ കാർസൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കോളവുമായി ബന്ധപ്പെട്ട്. റേച്ചൽ കാർസൺ, നിശബ്ദ വസന്തം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കുക. ഇനി ഇവിടെ നോക്കുക, അറ്റുപോയ കണ്ണികൾ. വംശനാശം സംഭവിച്ച ചില ജീവികളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോഡോ, സഞ്ചാരി പ്രാവ്, ക്വാഗ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. വംശനാശ ഭീഷണി അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചതാണ്, ജീവികളാണ്. മൗറീഷ്യസ് ദ്വീപിൽ സാധാരണയായി ഡോഡോ എന്ന പറക്കാൻ കഴിവില്ലാത്ത ഇനം പക്ഷി ലക്ഷക്കണക്കിന് എണ്ണം ഉൾക്കൊള്ളുന്ന കൂട്ടങ്ങളായി അമേരിക്കയിലെ ആകാശങ്ങളിൽ പറന്നിരുന്ന സഞ്ചാരി പ്രാവുകൾ, ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കാട്ടുസീബ്ര ഇനമായ ക്വാഗകൾ എന്നിവയെല്ലാം ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയവരാണ്. അപ്പോൾ ഡോഡോ കാണപ്പെടുന്നത് എവിടെയാണ്? മൗറീഷ്യസ് ദ്വീപിലാണ്. ഡോഡോ കാണപ്പെടുന്നത് മൗറീഷ്യസ് ദ്വീപിലാണ്. അതുപോലെ സഞ്ചാരി പ്രാവുകൾ കാണപ്പെടുന്നത് അമേരിക്കയിലാണ്. അതുപോലെ തന്നെ ക്വാഗകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആഫ്രിക്കയുടെ തെക്കൻ ഭാഗങ്ങളിലാണ് ക്വാഗകൾ കാണപ്പെടുന്നത്. ഇനി ഇവിടെ വംശനാശ ഭീഷണി നേരിടുന്ന ചില സസ്യങ്ങളും ജന്തുക്കളുമാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? അശോകമരം, മരമഞ്ഞൾ. ഇത് രണ്ടുമാണ് സസ്യങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളാണ് അശോകമരം, മരമഞ്ഞൾ. ജന്തുക്കൾ ഏതൊക്കെയാണ്? മലബാർ വെരുക, വരയാട്, സിംഹവാലൻ കുരങ്ങ്, മലമുഴക്കി, വേഴാമ്പൽ. ഓക്കെ, ഇതെല്ലാം വംശനാശ ഭീഷണി നേരിടുന്നതാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ആണ് റെഡ് ഡാറ്റ ബുക്ക്. റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പരിസ്ഥിതി സംരക്ഷണ സംഘടനയാണ് IUCN, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCNൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് IUCN. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ IUCNൻ്റെ ആഭിമുഖ്യത്തിൽ ഓരോ വർഷവും പട്ടികയാക്കിപ്പെടുന്നു. ഇതിനെയാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ IUCNൻ്റെ ആഭിമുഖ്യത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ പട്ടികപ്പെടുത്തുന്നതിനെയാണ് റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറയുന്നത്. ചില രാജ്യങ്ങൾ സ്വന്തം നിലയിൽ റെഡ് ഡാറ്റ ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തയ്യാറാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് റെഡ് ഡാറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകമാണ്. അപ്പോൾ IUCN അതിൻ്റെ ഫുൾ ഫോം റെഡ് ഡാറ്റ ബുക്ക്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ, അതുപോലെ തന്നെ എക്സിറ്റ്യൂ കൺസർവേഷൻ. നോക്കുക, അതായത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളും നിയമ സംവിധാനങ്ങളുമുണ്ട്. സർക്കാർ ജൈവസമ്പന്ന മേഖലകളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ച് സംരക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കുന്നതിൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജീവജാലങ്ങളെ അവ ജീവിക്കുന്ന അതേ ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെയാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റ്യൂ. ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലല്ലേ, അപ്പോൾ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ തന്നെ സംരക്ഷിക്കുന്നത് ഇൻസിറ്റ്യൂ, പുറത്തെന്ന് പറയുമ്പോൾ എക്സിറ്റ്യൂ കൺസർവേഷൻ ആണ്. അപ്പോൾ അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇൻസിറ്റ്യൂ കൺസർവേഷൻ. ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവജാലങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ സംരക്ഷിക്കുന്നതാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ അല്ലേ. അപ്പോൾ ഇൻസിറ്റ്യൂ കൺസർവേഷൻ എക്സാമ്പിളാണ് ഒന്ന് വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. അതായത് ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകളാണ് വന്യജീവി സങ്കേതങ്ങൾ. പേപ്പാറ, പെരിയാർ, വയനാട് തുടങ്ങിയ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ ആ വനമേഖലകൾ അതുപോലെ തന്നെ സംരക്ഷിച്ചു പോകുന്ന അല്ലേ, മൃഗങ്ങൾ ജീവിച്ചിരിക്കുന്ന വനമേഖലകൾ അതുപോലെ തന്നെ സംരക്ഷിച്ചു പോകുന്നതിനെയാണ് വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ അതെന്താണ്? ഇൻസിറ്റ്യൂ കൺസർവേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ പേപ്പാറ, പെരിയാർ, വയനാട്. അടുത്തത് നാഷണൽ പാർക്ക്. നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടിട്ടുള്ളതാണ് നാഷണൽ പാർക്കുകൾ. ഓക്കെ, വന്യജീവി സംരക്ഷണം മാത്രമല്ല, വന്യജീവികൾ മാത്രമുള്ള വനമേഖലകൾ സംരക്ഷിക്കുന്നതാണ് വന്യജീവി സങ്കേതങ്ങൾ. വന്യജീവികളോടൊപ്പം അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ,
ഭൗമ സവിശേഷതകൾ കൂടി സംരക്ഷിക്കുന്നതിനെയാണ് നാഷണൽ പാർക്കുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇരവികുളം, സൈലന്റ് വാലി, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല എന്നിവയാണ് പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകൾ. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസിറ്റ്യൂ കൺസർവേഷൻ എക്സാമ്പിളാണ്. അടുത്തത് കമ്മ്യൂണിറ്റി റിസർവ്സ്. കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുമ്പോൾ പൊതുജന പങ്കാളിത്തത്തോടുകൂടി സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണിവ. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഇതിനുദാഹരണമാണ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എവിടെയാണ്? മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറയുന്നത് ഇൻസിറ്റ്യൂ കൺസർവേഷനാണ്. അടുത്തത് ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. നീലഗിരി, അഗസ്ത്യമല എന്നീ ബയോസ്ഫിയർ റിസർവുകളിൽ കേരളത്തിലെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകൾ, ജൈവ വൈവിധ്യം, ജനിതക സ്രോതസ്സുകൾ ഇതെല്ലാം സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണ് ബയോസ്ഫിയർ റിസർവുകൾ. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നീലഗിരി, അഗസ്ത്യമല. അടുത്ത ഇൻസിറ്റ്യൂ കൺസർവേഷൻ എക്സാമ്പിളാണ് കാവുകൾ. ഓക്കെ, സേക്രഡ് ഡോസ്. കാവുകൾ എന്ന് പറയുന്നത് അതായത് മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ. ജീവിത സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ ഭാഗമായി അമൂല്യ ജൈവസമ്പത്തായിരുന്ന കാവുകൾ പലതും നാമാവശേഷമായി. ഏതാനും കാവുകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. പ്രദേശത്തെ ജലസംരക്ഷണത്തിൽ കാവുകളുടെ പങ്ക് നിസ്തുലമാണ്. ഓക്കെ, അപ്പോൾ കാവുകൾ എന്താണെന്ന് അറിയാം. ഇൻസിറ്റ്യൂ കൺസർവേഷൻ എക്സാമ്പിൾ ആണെന്ന് മാത്രം പഠിച്ചു വയ്ക്കാം. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. അടുത്തത് തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസ നാശഭീഷണി നേരിടുന്നതുമായിട്ടുള്ള ജൈവ വൈവിധ്യ മേഖലകളാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറയുന്നത്. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവസമ്പന്ന മേഖലയാണ് ഓരോ ഹോട്ട്സ്പോട്ടും. ലോകത്താകമാനമുള്ള 34 ഹോട്ട്സ്പോട്ടുകളിൽ 3 എണ്ണം എവിടെയാണ്? ഇന്ത്യയിലാണ്. അപ്പോൾ മൊത്തം ലോകത്ത് 34 ഹോട്ട്സ്പോട്ടുകളാണ്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടാണ് ഉള്ളത്. അതിൽ 3 എണ്ണം ഇന്ത്യയിലാണ്. പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല എന്നിവയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, വടക്കു കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ തുടങ്ങിയവയാണ്. ഓക്കെ, അപ്പോൾ ഇൻസിറ്റ്യൂ കൺസർവേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. വന്യജീവി സങ്കേതം, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവ്, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു അല്ലേ? അതിന് ഉദാഹരണവും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് എക്സിറ്റ്യൂ കൺസർവേഷൻ ആണ്. എക്സിറ്റ്യൂ കൺസർവേഷന് ഒന്നാമത്തെ ഉദാഹരണം അതായത് ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? അതിനൊന്നാമത്തെ എക്സാമ്പിളാണ് സുവോളജിക്കൽ ഗാർഡൻ, സൂ. ഓക്കെ, സുവോളജിക്കൽ ഗാർഡൻ അതായത് വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ എന്ത് ചെയ്യുന്നു? പ്രത്യേകമായി പാർപ്പിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയിലല്ലാതെ പുറത്തു വന്ന് പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളെയാണ് സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറയുന്നത്. വനമേഖലയിൽ വംശനാശം സംഭവിച്ച ജീവികളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഇവിടം. കേരളത്തിൽ തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ സുവോളജിക്കൽ ഗാർഡനുകൾ ഉണ്ട്. തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് സുവോളജിക്കൽ ഗാർഡൻ ഉള്ളത്. അടുത്തത് ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ എന്താണ്? വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽ ഉൾപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായിട്ടുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണിവ. ഒട്ടുമിക്ക സസ്യങ്ങളുടെയും തിരിച്ചറിയാനും അവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ബൊട്ടാണിക്കൽ ഗാർഡൻ സന്ദർശിക്കുന്നതിലൂടെ നമുക്ക് കഴിയും. ഓക്കെ, ഓരോ സസ്യങ്ങളും അതിൻ്റെ പേര്, അതിൻ്റെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി പറ്റും ബൊട്ടാണിക്കൽ ഗാർഡന്. തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഉദാഹരണങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്തത് ജീൻ ബാങ്കുകൾ. ജീൻ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കുവാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കുവാനുള്ള സംവിധാനങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്ക്. ആവശ്യമായ അവസരങ്ങളിൽ ഇവ ഉപയോഗിച്ച് ജീവികളെ പുനഃസൃഷ്ടിക്കുവാനും കഴിയും. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ ജീൻ ബാങ്കിന് ഉദാഹരണം ഏതാണ്? രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇൻസിറ്റ്യൂ കൺസർവേഷൻ ഏതാണ്, എക്സിറ്റ്യൂ കൺസർവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, എക്സാമ്പിളും പഠിച്ചു അല്ലേ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് IUCN-ഉം WWF-ഉം. നോക്കുക, IUCN-ൻ്റെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ്.
ജൈവ വൈവിധ്യ സംരക്ഷണം എന്ന മുഖ്യ ലക്ഷ്യത്തോടു കൂടി സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സംഘടനയാണ് IUCN. ഇവിടെ നിന്ന് എപ്പോഴും ചോദിക്കുന്നത് IUCNന്റെ ആസ്ഥാനമാണ് സ്വിറ്റ്സർലൻഡ് ആണെന്നുള്ളത് മറക്കാതെ പഠിച്ചു വയ്ക്കുക. അടുത്ത WWF അല്ലേ. അപ്പോൾ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതാണ് ഫുൾ ഫോം. എപ്പോഴും ചോദിക്കും WWFന്റെ ഫുൾ ഫോം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. ജൈവ വൈവിധ്യ സംരക്ഷണം, പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണവും മലിനീകരണവും തടയുക എന്നിവയാണ് WWFന്റെ ലക്ഷ്യങ്ങൾ. ഈ സംഘടനയുടെ ആസ്ഥാനവും എവിടെയാണ്? സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ IUCN WWFന്റെ ആസ്ഥാനം, രണ്ടിൻ്റെയും ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡാണ്. WWFന്റെ ഈ ചിഹ്നം അല്ലെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള ഈ ചിത്രം ആരുടേതാണ്? ഭീമൻ പാണ്ഡ. അതും എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. WWFൽ കൊടുത്തിട്ടുള്ള ചിത്രം ഭീമൻ പാണ്ഡയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന SCERT ചാപ്റ്റേഴ്സ് മുഴുവൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ വരാത്ത കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ഈ ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യകാർഷിക വിളകൾ വരെയുള്ള ക്ലാസ്സുകളുടെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത വനവും വനവിഭവങ്ങളും ഈ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇതെല്ലാം ഏകദേശം കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി വരുന്ന ക്ലാസ്സിൽ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതിൻ്റെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്